പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും ആരംഭിച്ച നവരാത്രി വിഗ്രഹ ഘോഷയാത്ര അഴകിയ മണ്ഡപത്തിലേക്ക് അടുക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് യാത്ര പുരോഗമിക്കുന്നത്. ഘോഷയാത്രയോടൊപ്പം ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഉണ്ട്. പ്രശാന്ത്, എവിടെ എത്തി, എന്താണ് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ളത്? सोशल मीडिया पर कांग्रेस के लिए लिखी जा വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അഴകിയ മണ്ഡപത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രാവിലെ ആരംഭിച്ച ഘോഷയാത്ര ആദ്യം വേഗത കുറവാണെങ്കിൽ ഈ വൈകുന്നേരത്തേക്ക് അടുക്കുന്നതോടുകൂടി യാത്രയുടെ വേഗത കൂടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. വലിയ സ്വീകരണമാണ് ഈ യാത്ര പിന്നിടുന്ന വഴികളിലെല്ലാം ലഭിക്കുന്നത്. അതായത് ഈ റോഡിൻ്റെ രാജവീതിയുടെയൊക്കെ ഇരുവശം ആളുകൾ ഭക്തർ കൂടി നിൽക്കുന്നൊരു കാഴ്ച, ഇത് വരവേൽക്കുവാൻ വേണ്ടി കൂടി നിൽക്കുന്നൊരു കാഴ്ചയുമുണ്ട്. വളരെ ജനങ്ങളുടെ ഒരു വലിയ പങ്കാളിത്തവും ഇതിനോടൊപ്പം നൽകുന്നുമുണ്ട്. ആദ്യം സരസ്വതി ദേവിയുടെ വിഗ്രഹം വഹിച്ചുകൊണ്ടാണ് ആദ്യം നീങ്ങുന്നത്. അതായത് ആനപ്പുറത്ത് തിടമ്പേറ്റിക്കൊണ്ട് സരസ്വതി ദേവിയുടെ വിഗ്രഹവും അതിന് പിന്നാലെയാണ് മറ്റ് പല്ലക്കിലായി മറ്റ് രണ്ട് വിഗ്രഹങ്ങളും ഇതോടൊപ്പം അനുഗമിക്കുന്നത്, അകമ്പടി സേവിക്കുന്നത്. വലിയ ഒരു ജനപങ്കാളിത്തം മാത്രമല്ല, ഈ പോലീസിൻ്റെ ആയാലും അതുപോലെ തന്നെ കേരള തമിഴ്നാട് പോലീസ് സേനകളുടെ എല്ലാം വലിയൊരു സേനകളും ഇതോടൊപ്പം തന്നെ അകമ്പടി സേവിക്കുന്നുണ്ട്. ആദ്യം യാത്രയ്ക്ക് ആദ്യം അകമ്പടി സേവിക്കുന്നത് പോലീസിൻ്റെ ഒരു സേനയും ഉണ്ട്. അതുമാത്രമല്ല, ഈ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് നടന്നു നീങ്ങുന്നത്. വലിയ ഒരു ജനസ്വീകാര്യത, വലിയൊരു പങ്കാളിത്തം കൂടി ഈ ഘോഷയാത്രയ്ക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു നാടിന്റെ നിന്നും ആരംഭിച്ച നവരാത്രി വിഗ്രഹ ഘോഷയാത്ര അഴകിയ മണ്ഡപത്തിലേക്ക് അടുക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് യാത്ര പുരോഗമിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.